വാങ്ങുന്നൊരു സമ്പ്രദായം വഖഫിന്റെ വിഷയത്തിൽ ഉണ്ടാകൂല. വഖഫ് ഭൂമി വിൽപ്പന നടക്കുകയില്ല. ഇന്ത്യൻ രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം അത് നടക്കൂല. അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അത് തെറ്റായിരിക്കും. ഈ പറയുന്നത് മുനമ്പം വിഷയത്തെ കുറിച്ചാണ് അല്ലേ? അത് ഫാറൂഖ് കോളേജിന്റെ പേരിൽ വഖഫ് ചെയ്തതാണ് എന്നാണ് പത്രത്തിലും മറ്റുമുള്ള പ്രചാരണങ്ങളിൽ നിന്നും ചർച്ചകളിൽ നിന്നും നമുക്കറിയാൻ കഴിയുന്നത്. ഞങ്ങൾ അതിന്റെ ഒറിജിനൽ രേഖ കൃത്യമായി പരിശോധിച്ചിട്ടില്ല. വഖഫ് ആരെയാണോ നോക്കാൻ ഏൽപ്പിച്ചത്, എന്തിനു വേണ്ടിയാണോ ചെയ്തിരിക്കുന്നത്, അതേ ആവശ്യത്തിന് തന്നെ ഉപയോഗിക്കണം എന്നതാണ് നിയമം. അപ്പൊ ആരെങ്കിലും വഖഫായ ഭൂമി വിൽപ്പന നടത്തിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. ആ ഭൂമി വഖഫാണെങ്കിലും അവർക്കത് വിൽക്കാനുള്ള അധികാരമില്ലെങ്കിലും വിൽപ്പന നടത്തിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. ഗവൺമെന്റ് ഈ വിഷയത്തിൽ ഒരു ജുഡീഷ്യൽ കമ്മിറ്റിയെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് കൃത്യമായൊരു വിവരം പുറത്തു വരുമെന്നാണ് നമ്മൾ ആ വിഷയത്തിൽ പ്രതീക്ഷിക്കുന്നത്. സർക്കാർ അതിൽ ഈ ആരെയും കുടിയിറക്കില്ല എന്നൊരു നിലപാട് പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രി തന്നെ അത് പറയുന്നു. അപ്പം ഇത് രണ്ടും എങ്ങനെയാണ് ഒരു പരസ്പര വിരുദ്ധമാവില്ലേ? അല്ല, ഇവിടെ സർക്കാർ ഭൂമികളിലും പുറമ്പോക്ക് ഭൂമികളിലും മറ്റും പല സ്ഥലത്തും കയറിക്കൂടിയ ആളുകളെ കൂടിയിറക്കുന്ന നിലപാടുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കുഞ്ഞമ്പതാജി ഇതിനോട് തൊട്ടൊരു സ്ഥലമുണ്ട്. എനിക്ക് സ്ഥലത്തിൽ റൂറൽ കാർഡാണ് എനിക്ക് സ്ഥലമുണ്ട്. അത് നമുക്ക് വാങ്ങണം. 50,000 രൂപ കിട്ടും എന്ന് പറയും. അത് നമ്മൾ വാങ്ങാന്ന് പറയും. അങ്ങനെ 50,000 രൂപ ഈ ഇരിക്കുന്ന അന്തർക്കാരുടെ ഉമ്മ ബിയ്യമാക്ക് കൊണ്ട് കൊടുത്തിട്ട് ആ സ്ഥലം നമ്മൾ വാങ്ങി. അത് വാങ്ങാൻ വേണ്ടി പോയി പൈസ കൊടുക്കുന്നതിന് ഞാൻ മനസ്സിലാക്കുന്നത് അബൂക്കറാജിയും കൂടെ ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നില്ലേ? ഉണ്ട്, അബൂക്കറാജി ഉണ്ട്. ഇതുവരെ ഇതിന്റെ യാഥാർത്ഥ്യം നമ്മൾ ഇരിക്കുന്ന അസനാനിക്ക് അറിയാം, അങ്ങനെ പലർക്കും അറിയാം. അങ്ങനെ 50,000 രൂപ നമ്മൾ ബിയ്യമാക്ക് കൊടുത്തിട്ട് ആ സ്ഥലം വാങ്ങി. അപ്പൊ ആ സ്ഥലം വാങ്ങിയപ്പോ ആ സ്ഥലം അടിസ്ഥാനപരമായി പറഞ്ഞാൽ 110 കൊല്ലം മുമ്പ് അത് പള്ളിയുടെ ജന്മമായിരുന്ന സ്ഥലമാണ്. 110 കൊല്ലം മുമ്പ് പള്ളിയുടെ ജന്മമായിട്ടുള്ള സ്ഥലം. ആ ജന്മമായ സ്ഥലം അന്ന് 110 കൊല്ലം മുമ്പ് 1914 ആ സ്ഥലം ഒരു കൂട്ടർക്ക് അവർ കൈവശം വിട്ടുകൊടുത്ത് പുറപ്പാടിന് വിട്ടുകൊടുത്തു. അങ്ങനെ അവരത് കുറെ കൊല്ലം കൈവശം വെച്ചതിന് ശേഷം 1947 കാലത്ത് കാലത്ത് വീണ്ടും 1943 തോന്നുന്നു. ആ കാലത്ത് വീണ്ടും അത് പൊളിച്ചെഴുതി കൊടുത്തു. അങ്ങനെ അവര് കൈവശം വെച്ചു. അകത്ത് പറഞ്ഞാൽ പള്ളിക്ക് 110 കൊല്ലമായിട്ട് പള്ളിയുടെ കൈവശത്തിലില്ലാത്ത സ്ഥലം. അതങ്ങനെ കൈവശം വെച്ച് വന്ന സ്ഥലം കൈവശക്കാരായ ആളുകളെടുത്ത് അത് എല്ലാ സ്ഥലവും, അതൊരു സ്ഥലം മാത്രമല്ല, അതോടുകൂടെ 4 സ്ഥലം ഈ ആധാരത്തിലുണ്ട്. അതിൽപ്പെട്ട ഒരു സ്ഥലമാണ് ഇവിടെ ഇതിന്റെ നേരെ ചുവടെ പാലത്തിന് തൊട്ട് ഒരു ഡാരിസൊക്കെ ചെയ്ത് ബിൽഡിംഗ്. ആ ബിൽഡിംഗ് നിൽക്കുന്ന സ്ഥലം അങ്ങനെ തന്നെയാണ്. അതേ ആധാരത്തിലുള്ള ഒരു സ്ഥലം. വേറെയും 2 സ്ഥലമുണ്ട്. ഈ 4 സ്ഥലവും 110 കൊല്ലം മുമ്പ് അന്യ കൈവശം കൊടുത്ത സ്ഥലമാണ്. അത് വഖഫാണ് വരെ നമുക്കറിയില്ല. അത് പള്ളിയുടേതായിരുന്നു. വഖഫാണ് വരെ നമുക്കറിയില്ല. അല്ലാതെ വഖഫെന്നും പറയുന്നില്ല. 3 സ്ഥലം വേറെ ഉണ്ട്. അപ്പോ അത് ആ 3 ഞാൻ മനസ്സിലാക്കുന്നത് പള്ളി കമ്മിറ്റിയുടെ ഭാരവാഹികളുടെ കൈവശത്തിനാണ് ഉള്ളത്. 4 സ്ഥലമാണ് ഉള്ളത് അല്ലെ? അതെ. അങ്ങനെ 4 സ്ഥലത്തിൽപ്പെട്ട 4ാമത്തെ സ്ഥലമാണ് ഈ പറയപ്പെടുന്ന സ്ഥലം. അപ്പോൾ ഇവിടെ ആധാരമുള്ളതാണ്. ഒരു വഖഫാണെന്നൊന്നും ഇത് പറയുന്നില്ല. പള്ളിയുടെ കാരണവരായ ഒരാളെന്ന്, പള്ളി ഒരാളെന്ന കാരണം ഒരു മാനേജർക്ക് അർത്ഥം. പള്ളി ഒരാളെന്നായ ആള് നാട്ടിൽ കൊടുത്തു എന്നാണ് പറയുന്നത്. പള്ളി വക സ്ഥലം എന്ന് പറയുന്നുണ്ട്. അത് വഖഫാണോ അല്ലേ എന്നുള്ളത് അത് പറയുന്നില്ല. പള്ളി വക നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയാൽ എന്താവും? പള്ളി വകയാവും. പള്ളിക്ക് വേണ്ടി വാങ്ങിയാലോ അതായത് പള്ളി വകയാണെന്നേ പറയുന്നത്. അങ്ങനെ പള്ളി വകയിലുള്ള ആ സ്ഥലം 110 കൊല്ലം മുമ്പ് അന്യ കൈവശം കൊടുത്തു. അതിൽ 3 സ്ഥലവും പള്ളി കമ്മിറ്റിയുടെ ഭാരവാഹികൾ ഇപ്പോഴും കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നു. അവരതിന് ആദായം കൊടുത്തുകൊണ്ടിരിക്കുന്നു. 4ാമത്തെ സ്ഥലം നമ്മൾ വാങ്ങുന്നത് ഈ അന്തൂർക്കാരുടെ ഉമ്മ ബിയ്യമാനോടാണ് നമ്മൾ വാങ്ങുന്നത്.
അന്ന് 50,000 രൂപ അതിന് വില കൊടുത്തിട്ടുണ്ട്. വെറുതെ വാങ്ങിയത് 50,000 രൂപ കൊടുത്തിട്ടാണ് വാങ്ങിയത്. അന്ന് 50,000 രൂപ തന്നെ ഏകദേശം ആ സ്ഥലത്തിന്റെ വിലയാണ്. അന്നത്രേ വില ഉള്ളൂ. അന്ന് ഇന്നത്തെ പോലെ വിലയുള്ള കാലമല്ല. അന്ന് തന്നെ അതാ ഇരിക്കുന്ന ഇസ്മായിലിവിടെ നടന്നു. ഇസ്മായിലിന്റെ ഒരു സ്ഥലം നമ്മൾ അതിന്റെ ശേഷം 2002 മറ്റോ വാങ്ങി. 1996 പിന്നെയും 6 കൊല്ലം കഴിയുമ്പോഴേക്ക് ഒരുപാട് വാല്യൂ വ്യത്യാസം വരുമല്ലോ. അത് ഇസ്മായിൽ തന്ന ആധാരം നമ്മളെ കയ്യിലില്ല. ഇന്നലെ ഇവിടെ ഒരു കൂട്ടർ വന്നിട്ട് ഒരു കമ്മീഷൻ വന്നിരിക്കുന്നു. അയാളൊരു കടലാസ് എഴുതി കൊടുത്തിട്ടുണ്ട് തന്നെ, വെള്ള കടലാസിൽ എഴുതി കൊടുത്തിട്ടുണ്ട് തന്നെ. അപ്പൊ ഞാൻ ചോദിച്ചത് എന്താണ്? അപ്പൊ 5-ാം തീയതി ഇത് പരിശോധിക്കുന്നത്, 6-ാം തീയതി ഇന്നലെ 5-ാണ് എഴുതിയത്. അപ്പൊ പിന്നെ ഞാൻ ഇയാള് ഇവിടെ ഞങ്ങളാരുമില്ല, ഇവിടെയുള്ള നമ്മുടെ പാതികയുണ്ട്. പാതിനോട് നിങ്ങൾ 5 മറ്റു നിങ്ങൾ ഒപ്പം ഇട്ട് കൊടുക്കല്ലേ തന്നെ. അപ്പൊ ഇനി 5 തിരുത്തിയിട്ടാണ് ഞാൻ നിങ്ങളെ തിരുത്തിയത്. ഞങ്ങളെന്താ ചെയ്യാം? തിരുത്തിയത് അയാളാണ്, അയാളോട് ഒപ്പിടും. തിരുത്തിയത് അയാളോട് ഒപ്പിടിക്കുന്നില്ല, അയാളോട് ഒപ്പിടിച്ച് വാങ്ങിപ്പിച്ച് അങ്ങനെ അയാൾ പോയി. കമ്മീഷൻ തന്നെ വന്നാൽ പോയി. എക്സ്പെർട്ട് കമ്മീഷനാണ്. അത് ഒരു വരുന്ന ഒരു ബോധത്തിലുള്ള നമുക്ക് അതിന് ബാധ്യതയൊന്നുമില്ല. അപ്പൊ ഇതാണ് അതിന്റെ അവസ്ഥ. പിന്നെ ഇന്ന് കിട്ടിയതിലുള്ള വെച്ചാൽ നമ്മൾ ആ സ്ഥലം വിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് കോടതി തന്നെ പറഞ്ഞാൽ വിൽക്കില്ല. ഇങ്ങോട്ട് വിൽക്കണോന്നല്ല നമ്മളെ വിൽക്കുക. അതേപോലെ വിൽക്കാനല്ല നമ്മളിത് വാങ്ങിയത്, നമ്മളെ ആവശ്യം വാങ്ങിയല്ലേ. പിന്നെ പറയാൻ നശിപ്പിക്കുന്ന ഒന്നാ നശിപ്പിക്കില്ല, പൈസ കൊടുത്ത് വാങ്ങിയില്ല, നമ്മളെ നശിപ്പിക്കും. അത് നമ്മൾ നശിപ്പിക്കുകയില്ല. രണ്ടും എല്ലാവരും ഉണ്ടാവില്ല. എന്നോട് കോടതി ഒന്നും പറയില്ല. ആരും പറയാണ്ട് തന്നെ നമ്മളെന്തായാലും വിൽക്കുകയില്ല, നമ്മളുടെ നശിപ്പിക്കുകയില്ല. ഉറപ്പ് തന്നെയാണ്. ഇതാണിപ്പോ അതിന്റെ സിറ്റുവേഷൻ, അതിന്റെ വിഷയം. വേറെയുള്ള പ്രചരണങ്ങളൊക്കെ വെറും പ്രചരണമാണ്. പിന്നെ കോടതിയിൽ കേസ് വന്നാൽ അത് കോടതിയിൽ കേസ് വെച്ചത് അങ്ങനെ പോകും. പിന്നെ ഈ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കോടതി കേസ് വന്നാൽ പിന്നെ അത് വക്കീലുമാരുടെ എല്ലാ വെള്ളത്തിനും കൂട്ടിയിട്ട് എഴുതി കൊടുത്താൽ അങ്ങനെ പുറത്തെ വക്കീൽ അതിനെങ്ങനെല്ലാം നേരിടും. അതിനനുസരിച്ച് ഇപ്പുറത്തെ വക്കീലും ചെയ്യും, അതിനനുസരിച്ച് എഴുതി കൊടുക്കുന്നേ ഉള്ളൂ. നമുക്ക് ബാധകമല്ല.